കഴിഞ്ഞ 29-30 വർഷക്കാലമായി ഏകദേശം 95-96 കാലം മുതൽ കേരളത്തിലെയും രാജ്യത്തെയും തിരഞ്ഞെടുപ്പുകളെ സർവേകളുടെയോ മറ്റു കാര്യത്തിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ലാതെ, എന്നാൽ ജ്യോതിഷം പോലുള്ള കാര്യങ്ങളുമല്ലാതെ തൻ്റെതായ കണക്ക് കൂട്ടലുകളിൽ നിന്നുകൊണ്ട് ലഭ്യമാവുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് പ്രവചനം നടത്തുന്ന ഗോപാലകൃഷ്ണൻ സാറാണ് ഇവിടെയുള്ളത്. അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാ പ്രവചനങ്ങളും നാളിതുവരെ ശരിയായിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. ഗോപാലകൃഷ്ണൻ സാറിന് സ്വാഗതം. സാർ, ഈ പ്രാവശ്യത്തെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിനെ സാറിനൊന്ന് വിശകലനം ചെയ്യാമോ? ചെയ്യാമല്ലോ. ഈ കഴിഞ്ഞ ഡിസംബർ 9, 11 തീയതികളിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഞാൻ പ്രവചിക്കുകയാണ്. ഇതൊരു സർവേയുടെ അടിസ്ഥാനത്തിലല്ല, ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ അപഗ്രഥനം ചെയ്താണ് ഞാൻ ഈ പ്രവചനം നടത്തുന്നത്. ഈ പ്രവചനം അനുസരിച്ച് ജില്ലാ പഞ്ചായത്തുകളിൽ UDF 7 ജില്ലാ പഞ്ചായത്തുകളും LDF 6 ജില്ലാ പഞ്ചായത്തുകളും ലഭിക്കും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടുകയില്ല. കാസർഗോഡ് ആകെ 18 വാർഡുകളാണുള്ളത്. അതിൽ 10 വാർഡുകളിൽ വിജയിച്ചെങ്കിലേ അധികാരത്തിലെത്താൻ കഴിയുകയുള്ളൂ. ഈ 10 വാർഡുകൾ ആർക്കും കിട്ടുകയില്ല. LDF 7-8 വാർഡുകളിലും UDF 7-8 വാർഡുകളിലും വിജയിക്കും. BJPക്ക് അവിടെ 2 മുതൽ 3 വരെ സീറ്റ് ലഭിക്കും. അവിടെ LDF സഹായത്തോടെ UDF അല്ലെങ്കിൽ UDF സഹായത്തോടെ LDF അധികാരത്തിൽ വരും. കോർപ്പറേഷനുകളിൽ ആകെ 6 കോർപ്പറേഷനുകളുള്ളത്. അതിൽ ഇപ്പോൾ 5 എണ്ണവും LDF ഭരിക്കുന്നു, 1 എണ്ണം UDF. ഈ 2025 തിരഞ്ഞെടുപ്പിൽ LDF 2 കോർപ്പറേഷനുകളും UDF 2 കോർപ്പറേഷനുകളും ലഭിക്കും. തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒരു മുന്നണിക്കും ഭൂരിപക്ഷം കിട്ടുകയില്ല. കൊല്ലം, കോഴിക്കോട് കോർപ്പറേഷനുകൾ LDF, കൊച്ചി, കണ്ണൂർ കോർപ്പറേഷനുകൾ UDF ലഭിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF BJPക്കും അല്ലെങ്കിൽ LDF NDAയ്ക്കും 36 മുതൽ 40 സീറ്റ് വരെ ലഭിക്കും. UDF 20 മുതൽ 25 സീറ്റ് വരെ ലഭിക്കും. ഇവിടെ ആർക്കും ഭൂരിപക്ഷം കിട്ടുകയില്ല. 101 വാർഡുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരിക്കണമെങ്കിൽ 51 വാർഡുകളിൽ ജയിക്കണം. 51 വാർഡുകളിൽ ആർക്കും കിട്ടത്തില്ല. UDF സഹായത്തോടെ LDF ഭരിക്കാനാണ് കൂടുതൽ സാധ്യത. തൃശ്ശൂർ കോർപ്പറേഷനിൽ ഏറ്റവും വലിയ മുന്നണി UDF ആയിരിക്കും. അവിടെ LDF സഹായത്തോടെ UDF ഭരിക്കാനാണ് സാധ്യത. അവിടെ ഈ തിരുവനന്തപുരത്താണെങ്കിൽ BJPയുടെ സീറ്റ് ഒരു 4 മുതൽ 5 വരെ സീറ്റ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. LDF ഒരു 15 മുതൽ 18 വരെ സീറ്റ് കുറയാൻ സാധ്യതയുണ്ട്. UDF ഇപ്പോൾ 10 വാർഡുകളിലാണ് ഉള്ളത് തിരുവനന്തപുരത്ത്. അത് 20 മുതൽ 25 വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മുനിസിപ്പാലിറ്റികളിൽ ആകെ 86 മുനിസിപ്പാലിറ്റികളാണുള്ളത്. അതിൽ 45 മുതൽ 50 വരെ മുനിസിപ്പാലിറ്റികളിൽ UDF ഭൂരിപക്ഷം കിട്ടും. 30 മുതൽ 35 വരെ LDF ഭൂരിപക്ഷം കിട്ടും. BJPക്ക് ഒരു 4 മുതൽ 6 വരെ വാർഡുകളിൽ ഭൂരിപക്ഷം കിട്ടും. ഭൂരിപക്ഷം കിട്ടത്തില്ല, ഒറ്റയ്ക്ക് വലിയ കക്ഷി. ഇതിൽ ഈ പറഞ്ഞ എല്ലാ പഞ്ചായത്തുകളിലും ഇവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടത്തില്ല. ഈ UDF ഗ്രാമപഞ്ചായത്ത് UDF മുനിസിപ്പാലിറ്റികൾ 45-50 മുനിസിപ്പാലിറ്റികളാണ് ഭരണം കിട്ടുന്നത്. അതിൽ എല്ലായിടത്തും അവർക്ക് ഭൂരിപക്ഷം കാണുകയില്ല. ഒരു 35-40 മുനിസിപ്പാലിറ്റികളെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കാണുകയുള്ളൂ. ബാക്കിയുള്ള
സ്ഥലത്ത് 10 സ്ഥലത്ത് അവർ വലിയ മുന്നണിയായിരിക്കും. അതിൻ്റെ ബലത്തിൽ അവർക്ക് ഭരണത്തിൽ എത്താൻ പറ്റും സ്വതന്ത്രന്മാരുടെ സഹായത്തോടെ. LDFന് കിട്ടുന്നു അങ്ങനെ തന്നെ. 30-35 എന്ന് പറയുമ്പോൾ ഒരു 20-25 മുനിസിപ്പാലിറ്റികളെ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുകയുള്ളൂ. ബാക്കി 10 അവർ ഏറ്റവും വലിയ മുന്നണിയായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അധികാരത്തിലെത്താൻ പറ്റും സ്വതന്ത്രരുടെ സഹായത്തോടെ. ഗ്രാമപഞ്ചായത്തുകളിൽ ആകെ 941 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. അതിൽ കഴിഞ്ഞ തവണ LDFന് വലിയ ആധിപത്യമാണ് ഉണ്ടായത്. അത് ഇത്തവണ വളരെ കുറയും. എന്നാലും അവർ തന്നെയായിരിക്കും ഏറ്റവും വലിയ മുന്നണി, ഏറ്റവും കൂടുതൽ സീറ്റുകൾ, ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ഭരിക്കുന്നത്. UDFന് 410 മുതൽ 450 വരെ, 400 മുതൽ 440 വരെ വാർഡുകളിൽ, 400 മുതൽ 440 പഞ്ചായത്തുകൾ അധികാരത്തിൽ വരും. LDF ആണെങ്കിൽ 440 മുതൽ 480 വരെ ഗ്രാമപഞ്ചായത്തുകൾ അധികാരത്തിൽ വരും. NDAക്ക് 45 മുതൽ 55 വരെ പഞ്ചായത്തുകൾ അധികാരത്തിൽ വരും. ഈ പറഞ്ഞിടത്തൊന്നും അവർക്ക് എല്ലായിടത്തും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കാണത്തില്ല. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇപ്പം ഞാൻ UDFന് 410-440 എന്ന് പറഞ്ഞു. അതിലൊരു 325 പഞ്ചായത്തുകളിലെ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കാണും. ബാക്കിയുള്ളിടത്ത് സ്വതന്ത്രയുടെ പിന്തുണയോടെ ആയിരിക്കും അവർ അധികാരത്തിൽ വരുന്നത്. LDFൻ്റെ കേസിലും ഇത് ശരിയാണ്. LDFന് 440-480 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 400 സ്ഥലത്തെ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുകയുള്ളൂ. ബാക്കി 50 മുതൽ 80 വരെയുള്ള പഞ്ചായത്തുകളിൽ സ്വതന്ത്രരുടെ സഹായത്തോടെ ആയിരിക്കും ഭരിക്കുന്നത്. BJPക്കും അതുപോലെ 45 മുതൽ 55 വരെയാണ്. അവർക്കും 45 ഭരണം വരുമെങ്കിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ളത് 30 പഞ്ചായത്തുകളായിരിക്കും. ബാക്കിയുള്ളത് സ്വതന്ത്രരുടെയോ അല്ലെങ്കിൽ മറ്റ് കക്ഷികളുടെ പിന്തുണയോടെ ആയിരിക്കും ഭരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ ആകെ 14 ജില്ലാ പഞ്ചായത്തുകളിൽ 11 LDF ആണ് ഭരിച്ചിരുന്നത്. 3 സ്ഥലത്ത് മാത്രമേ UDF ഉണ്ടായിരുന്നുള്ളൂ. UDF ഉള്ളത് എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിലായിരുന്നു. ഇത്തവണ അതിന് കൂടെ, ആ 3 കൂടെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, ഈ 4 ജില്ലകളും കൂടെ അവർക്ക് കൂടുതൽ കിട്ടും. 3 കിടന്നിടത്ത് 7 ജില്ലകൾ അവർക്ക് കിട്ടും. LDFനാണെങ്കിൽ ഈ പറഞ്ഞ 4 ജില്ലകൾ നഷ്ടപ്പെടും. പിന്നെ കാസർഗോഡ് കഴിഞ്ഞ തവണ LDF ആണ് ഭരിച്ചിരുന്നത്. അവർക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നു. സ്വതന്ത്രരുടെ അല്ലെങ്കിൽ UDFൻ്റെ പിന്തുണയാണ് ഭരിച്ചിരുന്നത്. ഇത്തവണയും അങ്ങനെ തന്നെ സംഭവിക്കും. ആർക്കും ഭൂരിപക്ഷം കിട്ടത്തില്ല. ഇവിടെ ഒന്നുകിൽ അവിടെ ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന 7-8 സീറ്റ് LDF, 7-8 സീറ്റ് UDF ആയിരിക്കും. അവിടെ ഇപ്പോൾ ഒരു മുന്നണിക്ക് 8 കിട്ടിയാൽ മറ്റേ മുന്നണിക്ക് 7 ആയിരിക്കും. 8 വാർഡുകളിൽ ജയിക്കുന്ന മുന്നണി അവിടെ അധികാരത്തിൽ വരും. ഇനി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആണെങ്കിലാണ് LDFന് കഴിഞ്ഞ തവണ വളരെ മേധാവിത്വമായിരുന്നു. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 108 സ്ഥലത്തും LDF ആണ് ഭരിച്ചിരുന്നത്. 44 സ്ഥലത്ത് മാത്രമേ UDF ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ അത് 108 എന്നുള്ളത് ഒരു 75-80 താഴും LDFന്. കോൺഗ്രസ് അല്ലെങ്കിൽ UDFന് 44 എന്നുള്ളത് ഒരു 65-70 വരെ എത്തും. അവർക്ക് വലിയ പുരോഗതിയാണ്. പിന്നെ BJPക്കും ഒരു 5-6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അവർക്ക് അധികാരത്തിൽ വരും. എല്ലായിടത്തും ഭൂരിപക്ഷം കണ്ടില്ല എന്ന് വരാം. ഒറ്റയ്ക്ക് വലിയ മുന്നണിയായിരിക്കും. പിന്നെ ഗ്രാമപഞ്ചായത്തുകൾ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ നേരത്തെ വിട്ടുപോയി. ഈ 2020 എറണാകുളം ജില്ലയിൽ 5 മുതൽ 7 വരെ പഞ്ചായത്തുകളിൽ അധികാരത്തിൽ വരാൻ കഴിയും. അവർക്ക് ജില്ലാ പഞ്ചായത്തിലും 2 വാർഡുകളിൽ വിജയിക്കാൻ പറ്റും എറണാകുളത്ത്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിക്കും? അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും. കേന്ദ്രത്തിലെ കാര്യമൊന്നുമല്ല പറഞ്ഞു. ഈ കേരളത്തിൽ UDF അധികാരത്തിൽ വരും. അത് അവരുടെ മേന്മ കൊണ്ടൊന്നുമല്ല. അവരെ ഈ LDFനെ അടുത്തത് കൊണ്ട് ജനങ്ങൾ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പക്ഷേ DAയും ശമ്പള പരിഷ്കരണവും ഒക്കെ കൊടുക്കും,
ബഡ്ജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. കാരണം മാർച്ചിൽ ഫെബ്രുവരിയിൽ ബഡ്ജറ്റ് വരും, പിന്നെ മെയ്യിലെ തെരഞ്ഞെടുപ്പ് വരത്തുള്ളൂ. വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവും, പെൻഷനൊക്കെ കൊടുക്കും. അതെ, എന്തൊക്കെ വന്നാലും രക്ഷപ്പെടില്ല എന്നാ പറയുന്നത്. രക്ഷപ്പെടത്തില്ല. ജനവിരുദ്ധ വികാരം ഇതിനെയൊക്കെ ഓവർകം ചെയ്താണ് നിൽക്കുന്നത്. അതെ, ഇതിനെ ഈ ജനവിരുദ്ധ വികാരത്തിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഈ പരിപാടി കൊണ്ടൊന്നും നടക്കത്തില്ല. ബി.ജെ.പി. എന്താ സ്ഥിതി വരും? അസംബ്ലിയിൽ സീറ്റ് പിടിക്കും. മുതൽ ഒരു 10 വരെ സീറ്റ് കിട്ടും അസംബ്ലിയിൽ. ഇവിടെ നിയമം കിട്ടാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് ചെറിയ സാധ്യതയുണ്ട്. അത് സ്ഥാനാർത്ഥി അനുസരിച്ചിരിക്കും. കഴക്കൂട്ടം സാധ്യതയുള്ളതാണ്. ആറ്റിങ്ങൽ സാധ്യതയുള്ളതാണ്. തിരുവനന്തപുരം സിറ്റി മണ്ഡലം സാധ്യതയില്ല. കാട്ടാക്കടയും സാധ്യതയാണ്, ഷുവർ അല്ല. പിന്നെ അവർക്ക് സാധ്യതയുള്ളത് തൃശ്ശൂർ സിറ്റി മണ്ഡലം, പിന്നെ ഇരിങ്ങാലക്കുട. ഇത് രണ്ടും ഉറപ്പാണ്. തൃശ്ശൂരില് പത്മജയെ നിർത്തിയ വിജയിക്കത്തുമില്ല. അതിന്റെ കാര്യം ഇവർക്ക് ജനങ്ങളിൽ ഇറങ്ങിയുള്ള ഒരു പ്രവർത്തനമൊന്നുമില്ല. ഇങ്ങനെ ഈ പാർട്ടിയുടെ അല്ല, ഞാൻ മറ്റൊരു ഒരു ദീർഘമായ ഒരു കാര്യം ചോദിച്ചോട്ടെ. അങ്ങയുടെ ഈ വർഷത്തെ ഇത്രയും വർഷത്തെ കണക്ക് വെച്ച് ബി.ജെ.പി. എന്തെങ്കിലും വരുമോ കേരളത്തിൽ? അത് വരാൻ സാധ്യതയുണ്ട്. ഒരു 2031 അവര് ഒരു 2 അക്കം തികയ്ക്കും ഇവിടെ അസംബ്ലിയിൽ. 2036 അവർ പ്രതിപക്ഷത്ത് മുഖ്യകക്ഷിയോ അല്ലെങ്കിൽ ഭരണകക്ഷിയായിട്ട് മാറും. 10 വർഷം കൊണ്ട് അവർ പിടിക്കും. ഭരണം പിടിക്കുമെന്ന് ഇപ്പൊ പ്രതിപക്ഷത്തോ അല്ലെങ്കിൽ ഭരണം കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടാതെ ഇപ്പൊ അവർ ഭരണം കിട്ടാത്തതിന്റെ കാരണം ഒരു MLA പോലും ജയിക്കാത്തതിന്റെ. രാഹുൽ ഗാന്ധിയുടെ ഒരു ഭാവി എന്താ ഇന്ത്യയിൽ? രാഹുൽ ഗാന്ധി ഒന്നും രക്ഷപ്പെടത്തില്ല. ഇന്ത്യയിൽ പാടാണ് കഴിവുകളൊന്നും ഉള്ള. ലാസ്റ്റ് ചോദ്യം കൂടി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവിയോ? ചെറുപ്പമല്ലേ, എനിക്ക് ഇപ്പൊ ഈ തവണ രാഹുൽ മാങ്കൂട്ടം സീറ്റ് കൊടുക്കുകയല്ല. അതെ, അത് പൊങ്ങി വരും ഇനി. പിന്നെ അത് 35 വയസ്സിന്റെ ഉള്ളൂ. വളരെ കഴിവുള്ള ആളാണ്, പക്ഷെ അത് ദുരുപയോഗം ചെയ്തു. മൊത്തത്തിൽ കേരളത്തെ പരിശോധിക്കുമ്പോൾ LDF ട്രെൻഡ് ഉണ്ട്, എന്നാൽ അല്ല UDF ട്രെൻഡിലാണ് നിൽക്കുന്നത്. UDF ട്രെൻഡിലാണ് നിൽക്കുന്നത്. ഈ പറഞ്ഞനുസരിച്ചാണെങ്കിൽ 4-ൽ നിന്ന് 7-ലേക്ക് പോകുന്നു ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകൾ പോകുന്നു, ബ്ലോക്ക് പഞ്ചായത്തിൽ പോകുന്നു, മുനിസിപ്പാലിറ്റികൾ പോകുന്നു. അപ്പോൾ ഒരു UDF ട്രെൻഡിലാണ് നിൽക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും LDF-നാണ് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ഒറ്റ സംശയം കൂടി, ലാസ്റ്റ് സംശയം. ഇപ്പൊ ശബരിമല വിഷയമല്ല, ഏത് വിഷയം എന്നാലും ബി.ജെ.പി. ശക്തമായ രംഗത്തുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ BJP ഉണ്ട്. എന്നിട്ട് അത് അവർക്കൊരു വോട്ടിലേക്ക് പോകാൻ പറ്റാത്ത എന്താണ്? സീറ്റ് പിടിക്കാൻ കാരണം ഈ BJP ജയിക്കുന്ന സീറ്റുകളിലെ ന്യൂനപക്ഷങ്ങൾ സംഘടിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷവും കോൺഗ്രസും സംഘടിച്ച് BJP ജയിക്കുന്ന സീറ്റുകളിൽ അവർ തോപ്പിക്കും. അതായത് ക്രോസ് വോട്ട് മുന്നിൽ നിൽക്കുന്ന BJP-യെ തോപ്പിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിക്ക് അറുപക്ഷം എല്ലാം കൂടെ യോജിക്കുന്ന, മുഴുവനല്ല, കുറച്ച് പേര് അവസാനം ഒരു 4 മണി കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യും. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ, അതാണ് അങ്ങനെയാണെങ്കിൽ 2026-ലോ 31-ലോ എങ്ങനെ BJP-ക്ക് കയറി വരാൻ പറ്റും? അതൊക്കെ അതിനകത്തൊക്കെ മാറ്റം വരും. ഒന്നും ഒരുപോലെ ഈ LDF ഷെയ്ക്സ് ആണ് വരുന്നത്. അപ്പൊ ആ ഷെയ്ക്കുന്നതിന്റെ ഗുണം കിട്ടുന്നത് BJP-ക്ക്, കോൺഗ്രസിനല്ല. കോൺഗ്രസിനും കിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് ശനിയാഴ്ച നാളെ 10-11 ഈ സമയമൊക്കെ ആകുമ്പോൾ അറിയാൻ പറ്റും. സാറിന്റെ പ്രവചനമെല്ലാം അങ്ങനെ തന്നെ ജനം വിലയിരുത്തട്ടെ. എന്തായാലും സാറിന് എല്ലാവിധ ഭാവുകങ്ങളും.